ഈ ജോലി ഞാൻ തന്നെ ചെയ്തു തീർക്കണം. ഞാൻ ചെയ്യുന്ന നല്ലത്. പക്ഷെ ഡാഡിയെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്തേക്ക് കൊണ്ടുവരിക? I have an idea. വോയിസ് ചേഞ്ചിങ് ആപ്പല്ലേ ഉള്ളത്? എന്റെ നമ്പർ മാത്രമല്ലേ ഡാഡിക്ക് അറിയുള്ളൂ. വേറെ നമ്പറിൽ നിന്ന് വിളിക്കാം. ഹലോ. ഹലോ സാർ. ആരാ? ഇപ്പൊ ഞാനൊരു സ്ട്രേഞ്ചറാ. എന്നാ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവനും. ഹലോ, ആരാണ് നീ എന്ന് പറയടാ. നിന്നോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാനൊന്നും എനിക്ക് സമയമില്ല. കൂൾ സാർ, കൂൾ. സാറ് ഭയങ്കര ടെൻഷനിലാന്ന് എനിക്കറിയാം. ആ ടെൻഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വിളിച്ചത്. ഏയ്, ആദ്യം നീ ആരാണെന്ന് പറ. അത് വിട്ടിട്ട് വെറുതെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ എന്റെ സമയം കളയാൻ നോക്കണ്ട. പരിണിത ഫലം നീ താങ്ങില്ല. പരിണിത ഫലം? യു മീൻ ആഫ്റ്റർ എഫക്ട്? ഞാൻ ആരാണെന്ന് അറിഞ്ഞാലുള്ള എഫക്റ്റേ വേറെ ആയിരിക്കും. ഏയ്, ഒരുപാട് അങ്ങ് കയറി വിളയല്ലേ. ആദ്യം നീ ആരാണെന്ന് പറയടാ. ദിഗ്വിജയ്. ദിഗ്വിജയ് വർമ്മ. സാംബശിവന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്. സാംബശിവനോ? അവനെ എങ്ങനെ നിനക്കറിയാം? എന്തുപറ്റി സാർ? സാറിന് അറിയാൻ പാടില്ലേ? ഓക്കെ, നീ ആരാണെന്ന് മര്യാദയ്ക്ക് പറ. ജയരാജ്. സാംബശിവൻ എന്ന സാറിന്റെ സുഹൃത്തില്ലേ, അയാൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ. ഇപ്പൊ ചെറുതായിട്ട് ഓർമ്മ വരുന്നുണ്ട് സാർ. ഡാ, എന്നെ നീ ഈസി ആയിട്ട് അങ്ങ് പറ്റിക്കാന്ന് വിചാരിച്ചു അല്ലേ? എടാ പൊട്ടാ, നീ പറയുന്നതൊക്കെ കള്ളമാണെന്ന് എനിക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചു. ഡാഡിക്ക് ഞാനാണെന്നുള്ള കാര്യം മനസ്സിലായി കാണോ? ഹലോ 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 സാർ. ഡാ, ആരാ നീ? സാംബശിവന് ജയരാജ് എന്ന പേരുള്ള ഒരു ഫ്രണ്ടും ഇല്ല. ഡാഡിക്ക് ഞാനാണെന്നുള്ള കാര്യം മനസ്സിലായെന്ന് വിചാരിച്ചേ. മനസ്സിലായിട്ടില്ല. ഡാഡിയെ പറ്റിക്കുന്ന കാര്യം അത്ര എളുപ്പമല്ല. ചെറുതായിട്ടൊന്ന് പിഴച്ച എല്ലാം അതോടെ കൈവിട്ട് പോകും. ശ്രദ്ധിച്ചോണം കൈകാര്യം ചെയ്യാൻ. ഹലോ ഹലോ സാർ. സാർ കേൾക്കുന്നുണ്ടോ? സത്യമായിട്ട് ഞാൻ സാംബശിവന്റെ ഫ്രണ്ടാ. സാറിന് വിശ്വാസം വരുന്നില്ല അല്ലേ? സാറിനോട് ഞാനൊരു കാര്യം പറയാം, അപ്പൊ സാറിന് വിശ്വാസം വരും. സാംബശിവൻ സാറിനോടൊരു സീക്രട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ സീക്രട്ട് അറിയാൻ ഹോസ്പിറ്റലിൽ പോയി തപ്പി, പക്ഷെ കിട്ടിയില്ല. കൊറിയറിൽ നിങ്ങൾക്കൊരു ഹാർഡ് ഡിസ്ക് വന്നു, പക്ഷെ അതിലൊന്നും ഉണ്ടായിരുന്നില്ല. ആം ഐ കറക്റ്റ്? ആ സീക്രട്ട് എന്റെ കയ്യിലുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നും ഹാർഡ് ഡിസ്കിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട സീക്രട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പേഴ്സണൽ വന്ന് പറയാൻ സാംബശിവൻ എന്നെ ഏൽപ്പിച്ചിരുന്നു. ഇത്രയും ദിവസം എന്തുകൊണ്ട് പറഞ്ഞില്ല? 10 days. 10 ദിവസം കഴിഞ്ഞ് നിങ്ങളെ കാണാൻ പോയാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. എന്താണ് ആ സീക്രട്ട്? അതത്ര ഈസി ആയിട്ട് ഫോണിൽ പറയാൻ പറ്റിയിരുന്നെങ്കിൽ അതൊരിക്കലും അദ്ദേഹം എന്നെ ഏൽപ്പിക്കില്ലായിരുന്നല്ലോ. ഞാനൊരു സ്ഥലം പറയാം, നിങ്ങൾ അവിടേക്ക് വാ, എല്ലാം ഞാൻ പറയാം. ഇത്രയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് സാറിന് വിശ്വാസമായില്ലേ? ഓക്കെ, ഇപ്പൊ ഞാൻ എങ്ങോട്ടാ വരേണ്ടത്? വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യം. ഒരു കാര്യം ചെയ്യ്, കനകദുർഗയ്ക്ക് അടുത്തുള്ള റിസർവ് ഫോറസ്റ്റിലേക്ക് വാ. എങ്ങോട്ട്? അത്രയും ദൂരത്തേക്കോ? സത്യം അറിയണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം സാറേ. സാർ വരാൻ നോക്ക്. ഓക്കെ. വേഗം വരൂ ഡാഡി, മരണം നിങ്ങൾക്കായി കാത്തിരിക്കുക. താങ്ക് യു തൃശൂൽ, താങ്ക് യു സോ മച്ച്. എനിക്ക് നിന്നോട് എന്താ പറയണ്ടെന്ന് തന്നെ അറിയില്ല, വാക്കുകൾ കിട്ടുന്നില്ല. എനിക്കുണ്ടായ വിഷമത്തിന് നീ വേറെ എന്ത് തന്നെ തന്നിരുന്നെങ്കിലും സമാധാനാവില്ലായിരുന്നു. പക്ഷെ നീ ഇന്ന് എനിക്ക് വേണ്ടി സുന്ദരിയെ തന്നെ എന്റെ കൺമുന്നിൽ കൊണ്ട് തന്നില്ലേ. എന്റെ വേദനയെല്ലാം മറന്നു ഞാൻ. താങ്ക് യു തൃശൂൽ, ഒരുപാട് ഒരുപാട് നന്ദി. മാഡം, ഞാനിതെല്ലാം ചെയ്തു കൂട്ടിയത് ഈ കണ്ണ് നിറയാതിരിക്കാനാ. ദയവേതൊന്ന് കരയാതിരിക്കുന്നേ.
നിങ്ങളുടെ കണ്ണുകളിൽ എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടാകാവൂ, കണ്ണീര് വേണ്ട. നിങ്ങളുടെ കണ്ണുകൾ ഒരിക്കലും നനയാതിരിക്കാൻ ഞാൻ ശ്രമിച്ചോളാം. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ടെന്ന്. സുന്ദരി എവിടെ നിന്ന് കിട്ടി, അവളെ എവിടെ നിന്ന് കൊണ്ടുവന്നെന്നൊക്കെയല്ലേ? ആ, സുന്ദരി എങ്ങനെയാ വന്നേ? അത് സുന്ദരിയല്ല, സുന്ദരിയെ പോലുള്ള വേറൊരു പ്രാവാണത്. സുന്ദരിയെ കാണാതായപ്പോ ഞാൻ എന്തോരം വിഷമിച്ചോ, അതിന്റെ ഇരട്ടി സുന്ദരിയെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്കെന്ത് പറ്റിയാലും ഞാൻ സഹിക്കും മാഡം. പക്ഷെ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വന്നാൽ പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. എപ്പോഴും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം എന്റെ ആഗ്രഹം. അത് ആഗ്രഹം മാത്രമല്ല, നിങ്ങളെ സന്തോഷമായിട്ട് തന്നെ കൊണ്ടു കിടക്കണം എനിക്ക്. അല്ല പക്ഷേ പ്രാവ്... മാഡം, ഈ പ്രാവിനെ ഞാൻ നിങ്ങൾ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതല്ല. എനിക്ക് ഇപ്പോൾ ഉള്ള ഫീലിങ്സ് ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാ. അന്ന് എനിക്ക് നീലയെ നഷ്ടപ്പെട്ടപ്പോ നീലയുടെ പ്രതിമ ഉണ്ടാക്കി തന്നു നീ. ഇപ്പതാ ഈ സുന്ദരിയെ. നിനക്ക് താങ്ക്സ് പറഞ്ഞ അത് വളരെ ചെറുതായിപ്പോ. സത്യം പറഞ്ഞ എനിക്ക് എന്താ പറയേണ്ടെന്ന് അറിയില്ല തൃശൂൽ. നിങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു തവണ മനസ്സോർന്നൊന്ന് ചിരിച്ചാ മതി, ആ ചിരിയിലെല്ലാം ഉണ്ടാവും. തൃശൂൽ, നിന്റെ മനസ്സ് ഇത്ര നല്ലതാണോ? എപ്പോഴും മറ്റുള്ളവർക്ക് നല്ലത് വരണമെന്ന് മാത്രമാണ് നീ ചിന്തിക്കുന്നത്. ഇത്രയൊക്കെ നന്മയുള്ള നീ ഒരു കാര്യത്തിൽ മാത്രം തന്നെ ഇത്ര വാശി പിടിക്കുന്നേ? ഏത് കാര്യം? ത്രിവിക്രം. മാഡം പ്ലീസ്. ഇതുവരെ ഞാൻ എന്റെ ലൈഫിൽ എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും ശരിയായിരുന്നു. ആ സമയത്ത് എന്താണോ എനിക്ക് തോന്നിയത് അതൊക്കെ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാം ശരി, ഞാൻ സമ്മതിച്ചു. പക്ഷേ എത്ര ദിവസത്തേക്ക് ഈ വാശി? എല്ലാം മറന്ന് ഒന്നാവുന്നതല്ലേ നല്ലത്? മുറിവ് പറ്റിയത് ദേഹത്താണെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങിപ്പോകും. എന്നാൽ മനസ്സിനാണ് പറ്റിയതെങ്കിലേ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ മാഞ്ഞു പോവില്ല. കൂട്ടുകാർക്കിടയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും തൃശൂർ. എല്ലാത്തിനും ഇത് സ്നേഹമല്ലേ വലുത്? സ്നേഹം എല്ലാത്തിനേക്കാളും മുകളിലായിരിക്കും, വാക്കുകൾ അതിന്റെ മുകളിലായിരിക്കരുത്. നിന്റെ അഭിമാനത്തിനൊരു പരിധിയില്ലെന്നാണോ? സ്വാഭിമാനത്തിന് ഒരു ലിമിറ്റും ഇല്ല. സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുകയാണെങ്കിൽ പിന്നെ അതിനൊട്ടും തന്നെ ലിമിറ്റ് ഉണ്ടാവില്ല. അല്ല തൃശൂൽ. ശിവാനി പ്ലീസ്, ഈ കാര്യം ഇവിടെ വെച്ച് നിർത്തിയേക്ക്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ കാര്യത്തിൽ കോംപ്രമൈസ് ഉണ്ടാവുന്ന യാതൊരു പ്രതീക്ഷയും വേണം. നിങ്ങളോട് എനിക്കുള്ള പ്രണയവും മാറാൻ പോകുന്നില്ല. ഇവിടേക്കല്ലേ ഓൻ വരാൻ പറഞ്ഞു? ആരും കാണുന്നില്ലല്ലോ. ഓ, ഡാഡി ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഡാഡി സ്ഥലത്തെത്തിയെന്ന് അർത്ഥം. വോയിസ് മാറ്റി വേണം സംസാരിക്കാൻ. ഹലോ, പറയൂ സാറേ. നീ പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. ആ, മനസ്സിലായി. മനസ്സിലായിരുന്നോ? എങ്ങനെ? എവിടെയാ നീ? സാറിന്റെ കണ്ണെത്തും ദൂരത്തുണ്ട് ഞാൻ. ഇവിടെ കാണുന്നില്ലല്ലോ. എന്നെ സാറിന് കാണണമെങ്കിൽ കുറച്ചും കൂടി മുന്നിലേക്ക് വന്നേ പറ്റൂ. ഇവിടെ വെച്ച് സംസാരിച്ചൂടെ? ഓഫ് കോഴ്സ് സംസാരിക്കാം. ഞാൻ പറയുന്ന കേൾക്കാൻ ഒരു ചെവി മാത്രം മതി. അത് നിങ്ങളുടെ മാത്രം. സോ നിങ്ങളുടെ കൂടെ മറ്റാരും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, എങ്ങോട്ടാ ഞാനിപ്പോ വരേണ്ടത്? കൂൾ സാർ, കൂൾ. ഞാൻ പറയുന്ന പോലെ വന്നാൽ മതി. നിങ്ങളുടെ കൂടെ മറ്റാരുമില്ലെന്ന് ഉറപ്പല്ലേ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. വെരി ഗുഡ്. നീ കാര്യം പറ. ഞാൻ പറയാൻ പോകുന്ന വളരെ കോൺഫിഡൻഷ്യലാ. മറ്റാരും ഇത് അറിയാൻ പാടില്ല. ഇപ്പൊ സാറിന് മുമ്പിൽ ഒരു വഴി കാണുന്നില്ലേ? ആ, കാണുന്നുണ്ട്. ആ വഴിയിലൂടെ നേരെ നടക്കാൻ. ശരി.
നിങ്ങളുടെ മുമ്പിൽ ദൂരെ ഒരു ആൽമരം കാണുന്നില്ലേ? അതിനടുത്തേക്ക് വാ. നീ പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തി. നിന്നെ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. ധൃതി വെക്കല്ലേ സർ, ഞാൻ ഇതാ വരുന്നു. കള്ളം പറഞ്ഞ് കബളിപ്പിക്കാൻ നോക്കണ്ട നീ. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാ അനന്തരഫലം വിപരീതമായിരിക്കും. കൂൾ സാർ, കൂൾ. ഞാൻ വന്നോണ്ടിരിക്കുക. ആരാ ഇവൻ? ശരിക്കും സാംബശിവൻ അറിയാവുന്ന ആ രഹസ്യം എന്നോട് പറയാൻ വരുന്നതായിരിക്കും. ഡാഡി ശരിയായ കുഴിയില വന്ന് വീണിരിക്കുന്നത്. ഞാൻ മുകളിൽ നിന്ന് ഇടാൻ പോകുന്ന ഓരോ കല്ലുകളും നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയാ. ആ സീക്രട്ട് എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടല്ലേ? നിങ്ങളുടെ ആഗ്രഹം വെറും ആഗ്രഹം മാത്രമായിരിക്കും. നിങ്ങളുടെ ജീവൻ അതില്ലാതാവാൻ പോവുക. ഏയ്, ആരടാ നീ? എന്തിനാ മുഖം മറച്ചിരിക്കുന്നേ? സീക്രട്ടുകളൊക്കെ ഒരാൾ പോലും അറിയാതിരിക്കാൻ തന്നെ. അപ്പൊ അത് നിങ്ങളോട് പറയുന്ന ആളിനെ അറിയാതിരിക്കണമല്ലോ. ഞാനെന്താ നിന്റെ മുഖം ഒന്ന് കണ്ടാല്? നിനക്കെന്നെ ചതിക്കാനുള്ള എന്തെങ്കിലും പ്ലാനിംഗ് ഉണ്ടോ? ചതിക്കാനോ? സാർ, നിങ്ങളോട് ഞാനത് പറയുന്നത് എനിക്ക് ആ രഹസ്യം അറിയാവുന്നതുകൊണ്ടല്ലേ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അതൊക്കെ ഓക്കെ, പക്ഷേ നിന്റെ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഏയ്, നിന്നോടാ ചോദിക്കുന്നേ. ആരാടാ നീ? നമ്മൾ രണ്ടുപേരും ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടോ? എന്താ സാറേ ഡൗട്ട്? സാറിന് ഞാൻ ആരാണെന്ന് അറിയുന്നതാണോ പ്രധാനം, അതോ സാംബശിവന്റെ സീക്രട്ട് അറിയുന്നതാണോ പ്രധാനം? ഓക്കെ ഓക്കെ, സാംബശിവൻ എന്താ പറഞ്ഞിരിക്കുന്നെന്ന് പറ. വേഗം പറ. അതൊക്കെ പറയാൻ സാറേ. ഏയ്, നിന്റെ പേരെന്താ? നിന്നെ കാണാൻ സുന്ദരിയെ പോലെ തന്നെയുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ നിന്നെ സുന്ദരി എന്ന് മാത്രമേ വിളിക്കൂ. ഇഷ്ടപ്പെട്ടോ? ശിവാനി, ഇങ്ങനൊരു അവസരം വരാൻ വേണ്ടി എത്ര ദിവസമായിട്ട് ഞാൻ കാത്തിരിക്കാന്നറിയോ? ഈ സന്തോഷം നിന്റെ മുഖത്ത് എന്നും ഉണ്ടാവണം. നീ എന്നും എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കണ്ടുകൊണ്ടേയിരിക്കണം. സുന്ദരി, ഇതെങ്ങോട്ടാ പോന്നേ? ഏയ് സുന്ദരി, നീയോ? നീ ഇവിടെ എന്ത് ചെയ്യായിരുന്നു? പോവാണെന്ന് പറഞ്ഞു പോയിട്ട്? ഓ, ആരും കാണാതെ എന്റെ പിറകെ നടക്കാൻ തുടങ്ങിയോ വീണ്ടും? വഴക്ക് പറയാനൊരു അവസരം നോക്കി നടക്കാണല്ലേ. സുന്ദരി പറന്നു പോകുന്നത് കണ്ടില്ലേ? വാ പിടിക്കാം. ഏയ് സുന്ദരി, നിക്കവിടെ. സുന്ദരി, പറയടാ, സാംബശിവൻ പറയാൻ ഏൽപ്പിച്ച രഹസ്യം എന്താ? എന്താണ് ആ സീക്രട്ട്? സാംബശിവൻ നിങ്ങളോട് പറയാനിരുന്ന ഒരു ചെറിയ രഹസ്യം നിന്നെ ഇവിടം വരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിരിച്ച വലയിൽ നീ വീണിട്ടുണ്ടെന്നാണ് അർത്ഥം. എന്തൊക്കെയാ നീ പറയുന്നേ? അപ്പോ എന്നെ നീ ഇങ്ങോട്ട് വരുത്തിയതിന്റെ ഉദ്ദേശം വേറെയാണല്ലേ? ആരടാ നീ? നിന്റെ ജീവനെടുക്കാൻ വന്ന രാക്ഷസൻ. എന്നെ നീ ചതിക്കാൻ നോക്കുകയാണല്ലേ?
ഇതെന്താ? ഡാഡിക്ക് ഇത്ര ശക്തി ഉണ്ടായിരുന്നോ? ഡാഡി ഇത്ര സ്ട്രോങ് ആയിരുന്നോ? ഇല്ല, കൈ കൊണ്ടങ്ങനെ വെറുതെ കൊല്ലാൻ പറ്റില്ല. വെപ്പൺസ് തന്നെ വേണം. സുന്ദരി, ഏയ് സുന്ദരി, സുന്ദരി, സുന്ദരി നീ എവിടേക്കാ പോകുന്നേ? സുന്ദരി നിക്ക്. ഏയ് സുന്ദരി അവിടെ നിക്ക്. ഇവിടെ എങ്ങോട്ടായി പോകുന്നേ? നീ എവിടേക്ക് പോകുന്ന ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. സുന്ദരി, ആരാടാ നീ? എന്താ വേണ്ടത് നിനക്ക്? ഞാൻ നിന്റെ അന്തകനാണ്. നിന്റെ പ്രാണൻ വേണം എനിക്ക്. നീ ജീവിച്ചിരിക്കാൻ പാടില്ല. ആരാ നീ? ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? നീ എന്തിനാ എന്നെ കൊല്ലാൻ നോക്കുന്നേ? പണ്ട് എന്ത് ചെയ്തെന്നറിയില്ല, പക്ഷെ ഭാവിയിൽ നിങ്ങൾക്ക് പലതും ചെയ്യാനാവും. എന്നുവെച്ചാ അതൊന്നും ഞാൻ നിന്നോട് പറയുന്നില്ല. മരണം കൺമുമ്പിൽ വന്ന് നിൽക്കുമ്പോ അതൊക്കെ എന്തിനാ അറിയുന്നത്? എനിക്ക് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ നീ ഇപ്പൊ ഇല്ലാതായേ പറ്റൂ. ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? നീ ആരാണെന്ന് പറ. ഞാനോ? ഞാൻ നിന്റെ മരണം.